എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ സെറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ബേസ് ചെയ്ത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് ഇപ്പൊ കേരള റിനയസൻസ് ചോദിക്കാറുണ്ട്, അതുപോലെ സോഷ്യൽ റിഫോംസ്, അതുപോലെ ലീഡേഴ്സ്, ഇപ്പൊ വൈക്കം സത്യാഗ്രഹം, ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു കണ്ടിട്ടുണ്ട് നമ്മൾ സെറ്റിൽ. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ബാക്കി കുറെ റിവോൾട്ടുകളുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓടിച്ചു പോകാനുള്ള സമയം കിട്ടണം. അതുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ബേസ്ഡിലേക്ക് വരുന്നത്. റൈറ്റ്, എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഹൂ ഫൗണ്ടഡ് ശ്രീ നാരായണ ധർമ്മ പരിപാലന യോഗം SNDP ഇൻ 1902? ഇതിലെ രണ്ട് ചോദ്യം നമുക്ക് പഠിക്കാൻ കിട്ടും. ഒന്ന്, SNDP ക്രിയേറ്റ് ചെയ്ത് ഫൗണ്ട് ചെയ്ത ആരാന്ന്. രണ്ടാമത്തേത്, അത് ഏത് വർഷം വന്നു എന്നുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ടെറ്റിലൊക്കെ ചില കാര്യങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ടെറ്റ് എഴുതിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ വർഷങ്ങളൊക്കെ ചില ഇമ്പോർട്ടന്റ് ആയിട്ട് വരാറുണ്ട്. ഒരു PSC മോഡലിലേക്ക് പരീക്ഷ മാറുന്നുണ്ട്. അപ്പൊ SNDP വന്നത് 1902 എന്ന് ആലോചിക്കുക. അത് ഫൗണ്ട് ചെയ്തത് അയ്യങ്കാളിയാണോ, ശ്രീനാരായണ ഗുരുവാണോ, മന്നത്ത് പത്മനാഭനാണോ, വാഗ്ഭടാനന്ദനാണോ എന്നാണ് ചോദ്യം. ഡയറക്റ്റ് ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവാണ് 1902 SNDP ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ്. ഓക്കെ, ഇനി അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൽ ഒരു പ്രധാന സ്ഥാനം നമ്മളുടെ ശ്രീനാരായണ ഗുരുവും അതുപോലെ ഒരു പ്രധാന സ്ഥാനം കുമാരനാശാനുമാണ് ഏറ്റെടുക്കുന്നത്. വിച്ച് സോഷ്യൽ റിഫോമർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗുരുവായൂർ സത്യാഗ്രഹ ഇൻ 1931 1932? അതായത് ഗാന്ധിജി വന്ന ഒരു സമര സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അത് 1931 32 നടക്കുന്നത്. അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ നിന്നിട്ടുള്ള സോഷ്യൽ റിഫോർമർ ആരാണെന്നാണ് ചോദിക്കുന്നത്. അയ്യങ്കാളിയാണോ, ഗുരുവാണോ, കേളപ്പനാണോ, സഹോദരൻ അയ്യപ്പനാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതും ഡയറക്റ്റ് ആൻസർ ആണ്, കേളപ്പൻ. കാരണം കേരളത്തിന്റെ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ വള്ളത്തോള് എങ്ങനെയാണോ എഴുത്തിൽ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് സമര സത്യാഗ്രഹങ്ങളിൽ കേളപ്പനും വന്ന് വളരെ മുന്നിൽ നിൽക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. ഹൂ പ്രപ്പോസ്ഡ് ദി കൺസെപ്റ്റ് ഓഫ് സ്വരാജ്? ഇത് ഒരു നാഷണൽ ലെവലിലുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് കാണാം. ഗാന്ധിജിയാണോ, തിലകാണോ, ദാദാഭായ് നവറോജിയാണോ, ഗോഖലെയാണോ എന്നാണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ചോദ്യമാണ്, കാരണം ഇതൊക്കെ ഡയറക്റ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ അങ്ങനെ തന്നെ ചോദിച്ചു കളയും ചിലപ്പോൾ സെറ്റുകാരൊക്കെ. പറഞ്ഞിട്ടുള്ളത് ബാൽ ഗംഗാധര തിലകാണ് സ്വരാജ്യം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. വിച്ച് ഈവന്റ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ? അത് സിമ്പിൾ ആണ് കേട്ടോ. ചോദ്യം കാണുമ്പോൾ നമുക്ക് സംശയം വരും. അപ്പോ ദ റിവോൾട്ട് ഓഫ് 1857 ആണോ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണോ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആണോ, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആണോ? ഏതാണ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന് തുടക്കം കുറിച്ച ഈവന്റ് എന്ന് പറയുന്നത്? റിവോൾട്ട് ഓഫ് 1857 ആണ് അതിലത്തെ പ്രധാന ഈവന്റ് എന്ന് പറയുന്നത്. റൈറ്റ്, ഇനി വിച്ച് സോഷ്യൽ റിഫോമർ യെസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫൗണ്ടിങ് ഓഫ് ആത്മവിദ്യാസംഘം? അടുത്ത ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ആണ്. ഇപ്പൊ കേരളത്തിന്റെ റിഫോർമേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഏതൊക്കെ യോഗങ്ങൾ ആരൊക്കെ അവതരിപ്പിച്ചു, ഏതൊക്കെ ഫൗണ്ടേഷൻസ് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ പറയുന്നത്. അതിപ്പോ PSCക്ക് ആയാലും കേട്ടറ്റിനായാലും ലെറ്റിനായാലും ഒക്കെ കേരള റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആത്മവിദ്യാസംഘം ഫൗണ്ട് ചെയ്തത് ആരാണെന്ന് ചോദിക്കുന്നത്. ഗുരുവാണോ, വാഗ്ഭടാനന്ദനാണോ, അയ്യങ്കാളിയാണോ, കറുപ്പനാണോ? പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയുണ്ട്, അറിയാമല്ലോ അല്ലെ? റൈറ്റ്. അപ്പൊ ആത്മവിദ്യാസംഘം എന്ന് ചോദിക്കുന്നത് ആരാണ് കൊണ്ടുവന്നത്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘത്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ പ്രപ്പോണ്ട് ചെയ്തത് വാഗ്ഭടാനന്ദനാണ്, ആത്മവിദ്യാസംഘം എന്നുള്ളത്. ദ മലയാളി മെമ്മോറിയൽ വാസ് സബ്മിറ്റഡ് ടു ദ ട്രാവൻകൂർ കിങ് ഇൻ വിച്ച് ഇയർ? മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് ഏത് വർഷമാണ് ട്രാവൻകൂർ കിങ്ങിന് വേണ്ടി അപേക്ഷയായിട്ട് കൊടുത്തിട്ടുള്ളത്? അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്നാണ് കൊടുത്തത് എന്നാണ് ചോദിക്കുന്നത്. 1891, 1903, 1924, 1932? ഇതും ഡയറക്റ്റ് ചോദ്യമാണ്. PSCക്ക് ഒക്കെ ധാരാളം വന്ന് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. മലയാളി മെമ്മോറിയൽ എന്നാണ് വന്നിട്ടുള്ളത്. 1891 മലയാളി മെമ്മോറിയൽ സബ്മിറ്റ് ചെയ്യുന്നത്. വിച്ച് ന്യൂസ് പേപ്പർ വാസ് ഫൗണ്ടഡ് ബൈ കണ്ടത്തിൽ വർഗീസ് മാപ്പിള? നമ്മൾ ഇന്നും വായിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പറാണ്. സ്വദേശാഭിമാനിയാണോ, വിവേകോദയമാണോ, മിതവാദിയാണോ, മലയാള മനോരമയാണോ? കണ്ടത്തിൽ വർഗീസ് മാപ്പിള അദ്ദേഹം
ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. മലയാള മനോരമയാണ് അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ ന്യൂസ് പേപ്പേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പൊ ചില ന്യൂസ് പേപ്പറിന്റെ കാര്യം പറയുന്നത് നിങ്ങൾ ഓവറോൾ ആയിട്ടൊന്ന് നോക്കണം എന്നുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. റൈറ്റ്. ന്യൂസ് പേപ്പേഴ്സും ചോദിക്കാറുണ്ട് ആക്ച്വലി. അപ്പോ പ്രധാനപ്പെട്ടത് നിങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കണം റഫ് ടൈമിൽ. ഓക്കെ. സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ വാസ് ഫൗണ്ടഡ് ബൈ. അടുത്ത ന്യൂസ് പേപ്പർ സാധാരണ ചോദിക്കാറുള്ളതാണ്. ഇതും PSC പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ചോദ്യമായിട്ട് കാണാറുണ്ട്. വക്കം മൗലവിയാണോ, മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയാണോ, കുമാരനാശാനാണോ, രാമകൃഷ്ണനാണോ, ഗീതാനന്ദനാണോ? ഇതിൽ ആരാണ് സ്വദേശാഭിമാനി ന്യൂസ് പേപ്പർ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? സംശയം വേണ്ട, വക്കം മൗലവി സാഹിബാണ് ഇത് ഫൗണ്ട് ചെയ്തിട്ടുള്ള സ്വദേശാഭിമാനി എന്ന് പറയുന്നത്. അതിന്റെ പിന്നീട് വരുന്ന ഒരാളാണ് നമ്മളുടെ അതിൽ തന്നെ വന്നു ചേർന്ന് എഡിറ്ററായി മാറുന്ന, പിന്നീട് നാടുകടത്തലിന് വിധേയനാക്കപ്പെടുന്ന ഒരാളാണ് നമ്മളുടെ സ്വദേശാഭിമാനി ശ്രീ രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ഇൻ വിച്ച് ഇയർ വാസ് ദ ന്യൂസ് പേപ്പർ വിവേകോദയം ഫൗണ്ടഡ്? വിവേകോദയം ഫൗണ്ട് ചെയ്ത വർഷം ഏതാ എന്നാണ് ചോദിക്കുന്നത്. 1892, 1904, 1911, 1924. ഇതിൽ ഏത് വർഷമാണ് വിവേകോദയം ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മളുടെ ചോദ്യം. 1904 വിവേകോദയം വരുന്നത്. ഹു ഫൗണ്ടഡ് സാധുജന പരിപാലന സംഘം ഇൻ 1907? രണ്ട് ചോദ്യങ്ങൾ മനസ്സിലാക്കണം. സാധുജന പരിപാലന സംഘം ആര് കണ്ടുപിടിച്ചു എന്ന് നമുക്കിപ്പോ കാണാൻ പറ്റും. പക്ഷെ അതെന്ന് വന്നു എന്ന് ചോദിച്ചാൽ 1907 എന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നേരത്തെ SNDP കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു 1902. ഇപ്പൊ 1907 വന്നു. അത് ആര് കണ്ടുപിടിച്ചു എന്നാണ് ചോദ്യം. അതിനുശേഷം വാഗ്ബടാനന്ദൻ ഒന്നിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ആലോചിച്ച് വെക്കുക. ആത്മവിദ്യാ സംഘം. റൈറ്റ്. ഇനി സാധുജന പരിപാലന സംഘം 1907 കണ്ടുപിടിച്ചത് ആര്? സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഘമാണ്. അയ്യങ്കാളിയാണോ, ഗുരുവാണോ, മന്നത്ത് പത്മനാഭനാണോ, പണ്ഡിറ്റ് കറുപ്പനാണോ എന്നാണ് ചോദ്യം. അയ്യങ്കാളിയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് 1907 കണ്ടുപിടിച്ചത്. ഇൻ വിച്ച് ഇയർ വാസ് ദ ന്യൂസ് പേപ്പർ മിതവാദി ഫൗണ്ടഡ്? അടുത്ത പ്രധാനപ്പെട്ട ഒരു ന്യൂസ് പേപ്പറാണ് മിതവാദി എന്ന് പറയുന്നത്. മിതവാദി ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചത്? 1892, 1907, 1911, 1924. 1907 മിതവാദി വന്നിട്ടുള്ളത്. വാട്ട് വാസ് ദ മെയിൻ ഡിമാൻഡ് ഓഫ് ദ മലയാളി മെമ്മോറിയൽ? നമ്മൾ കണ്ടു 1891 മലയാളി മെമ്മോറിയൽ അന്നത്തെ ട്രാവൻകൂർ കിങ്ങിനും അതുപോലെയുള്ള ആൾക്കാർക്കും കൊടുക്കുന്നത്. എന്താണ് മലയാളി മെമ്മോറിയലിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ടു വോട്ട് ഫോർ ദ സിറ്റിസൺസ് ആണോ, ഈക്വൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ ആണോ, റെപ്രസെന്റേഷൻ ഓഫ് മലയാളി ഇൻട്രസ്റ്റ് ഇൻ ഗവൺമെന്റ് സർവീസസ് ആണോ, അബോളിഷൻ ഓഫ് കാസ്റ്റ് സിസ്റ്റം ആണോ? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഗവൺമെന്റ് സർവീസുകളിൽ അന്നത്തെ മലയാളികളായിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇടം, റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മലയാളി മെമ്മോറിയൽ 1891 വന്നിട്ടുള്ളത്. വാട്ട് വാസ് ദ മെയിൻ സ്ലോഗൻ ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ 8ാം ക്ലാസ് തൊട്ടൊക്കെ ചോദിക്കുന്നതാണ്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ലൈഫ്, ലിബർട്ടി ആൻഡ് പർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്, ജസ്റ്റിസ്, പീസ് ആൻഡ് ഫ്രീഡം, ഓർഡർ, സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസസ്. സംശയമില്ല, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നുള്ളതാണ് ഫ്രഞ്ച് റെവല്യൂഷന്റെ സ്ലോഗൻ എന്ന് പറയുന്നത്. ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കേരള റിനൈസൻസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഈ സിമ്പിൾ ക്വസ്റ്റ്യൻ. അയ്യങ്കാളിയാണോ, ഗുരു ആണോ, ചട്ടമ്പിസ്വാമിയാണോ, ഡോക്ടർ പൽപ്പു ആണോ എന്നാണ് ചോദിക്കുന്നത്. ആരാ ഫാദർ ഓഫ് കേരള റിനൈസൻസ്? നമ്മളുടെ ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹമാണ് ഏത് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്? SNDP യോഗം 1902 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. ഹൂ ഫൗണ്ടഡ് ദ നായർ സർവീസ് സൊസൈറ്റി? ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഓക്കെ. 1914 നായർ സർവീസ് സൊസൈറ്റി വരുന്നത് എന്നും കൂടെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ അത് കണ്ടുപിടിച്ചത് ആരാണ്? അതിന്റെ ഫൗണ്ടേഷൻ ആരുടെ വകയായിരുന്നു എന്നുള്ളതാണ്. കേളപ്പനാണോ, മന്നത്ത് പത്മനാഭനാണോ, TK മാധവനാണോ, വക്കം അബ്ദുൾ ഖാദറാണോ? ഇതിൽ ആരാണ് NSS 1914 ഫൗണ്ട് ചെയ്തിട്ടുള്ള ആള്? സംശയം വേണ്ട, മന്നത്ത് പത്മനാഭനാണ് 1914 നായർ സർവീസ് സൊസൈറ്റി ഫൗണ്ട് ചെയ്ത അതിന്റെ മേജർ ആയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത്. ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്ര പ്രവേശന വിളംബരം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പോ അത് ഏത് ഇയറിലാണ് വന്നത് എന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഇയർ? ഓക്കെ. അത് 1934 1936 1940 1945 എന്നാണ് ചോദിക്കുന്നത്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ഓക്കെ. 1936 ക്ഷേത്ര പ്രവേശന വിളംബരം വന്നിട്ടുള്ളത്. ദ മലബാർ റെബല്ലിയൻ ഓഫ് 1921 ഈസ് ഓൾസോ നോൺ ആസ് വാട്ട്? അത് വേറെ ഏത് പേരിലാണ് മലബാർ റെബല്ലിയൻ അറിയപ്പെട്ടത് എന്നാണ് ചോദിക്കുന്നത്.
വൈക്കം റെബല്ലിയൻ ആണോ, മാപ്പിള റെബല്ലിയൻ ആണോ, പുന്നപ്ര വയലാർ റിവോൾട്ട് ആണോ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് മലബാർ ആണോ? ബേസിക്കലി അതിനെ ഒരു മാപ്പിള കലാപം എന്നുള്ള രീതിയിൽ മാപ്പിള റെബല്ലിയൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇൻ വിച്ച് ഇയർ വാസ് ദ ട്രാവൻകൂർ കൊച്ചിൻ മെർജർ ഫോർമലൈസ്ഡ് ടു ഫോം കേരള? കൊച്ചി മലബാർ റീജിയൻ മെർജ് ചെയ്തുകൊണ്ട് എന്നാണ് കേരളം ഉണ്ടാക്കാനുള്ള ഒരു ബേസിക് ഐഡിയ വന്നത് എന്നാണ് ചോദിക്കുന്നത്. 1950, 1956, 1954, 1949. 1956 നമ്മൾ പറയാം കേരള സംസ്ഥാനം പിറന്നത് എന്ന് പറയാറുണ്ട്. 1956 കൊച്ചി മലബാർ റീജിയൻ മെർജ് ചെയ്തുകൊണ്ട് കേരളം വന്നത്. പിന്നീടാണ് വടക്കൻ മേഖലകൾ കൂട്ടിച്ചേർക്കുന്നത്. കെ കേളപ്പൻ ഈസ് ഓഫൺ കോൾഡ് കേരള ഗാന്ധി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. ഏത് മൂവ്മെന്റ് പ്രകാരമാണ് അല്ലെങ്കിൽ ഏത് മൂവ്മെന്റ് ആണ് അദ്ദേഹം കേരളത്തിൽ നയിച്ചത് എന്നാണ് ചോദിക്കുന്നത്. നേരത്തെ നമ്മളൊരു മൂവ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇനി വേറൊരു മൂവ്മെന്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. മലബാർ സത്യാഗ്രഹമാണോ, ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ആണോ, സോൾട്ട് സത്യാഗ്രഹമാണോ, പാലിയം സത്യാഗ്രഹമാണോ? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ മുന്നിലേക്ക് വെച്ചത് സോൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാനിയായിരുന്നു കെ കേളപ്പൻ എന്ന് പറയുന്നത്. ഇനി കല്ലുമാല സമരം എന്ന് നമ്മൾ 1915 നടന്ന ഒരു സമരത്തിനെ കേട്ടിട്ടുണ്ടായിരിക്കും. കല്ലുമാല സമരം നമ്മൾ നേരത്തെ കുറെ സമരങ്ങളും അജിറ്റേഷൻസും റിവോൾട്ടും പഠിച്ചു. കല്ലുമാല അജിറ്റേഷൻ 1915 നയിച്ച ലീഡർ ആരാണെന്നാണ് ചോദിക്കുന്നത്. അയ്യങ്കാളിയാണോ, കേളപ്പനാണോ, ഗുരുവാണോ, ടി കെ മാധവനാണോ എന്നാണ്. അപ്പൊ അത് നയിച്ചത്, കല്ലുമാല സമരം നയിച്ചത് അയ്യൻകാളി ആണ്. അടുത്ത ചോദ്യം, വിച്ച് ലീഡർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ മോട്ടോ വൺ കാസ്റ്റ് വൺ റിലീജിയൻ വൺ ഗോഡ് ഫോർ ഓൾ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാ? ചട്ടമ്പി സ്വാമികളാണോ, പൽപ്പു ആണോ, ശ്രീനാരായണ ഗുരുവാണോ, മനത് പത്മനാഭൻ ആണോ? ഇതിൽ ആരാണ് ഇത് പറഞ്ഞത്? സംശയിക്കേണ്ട, ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, വിച്ച് റെവല്യൂഷണറി ലീഡർ ഫ്രം കേരള ഈസ് റിമെമ്പേർഡ് ആസ് ലയൺ ഓഫ് കേരള? കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആര്? സി കേശവൻ, ഗോപാലൻ, മാധവൻ, പഴശ്ശി. സംശയമില്ലാത്ത ഡയറക്റ്റ് ചോദ്യമായതുകൊണ്ട് പഴശ്ശി ആണ് നമ്മളുടെ കേരളവർമ്മ പഴശ്ശി രാജ ടിപ്പു സുൽത്താനെതിരേക്ക് അതുപോലെ ബ്രിട്ടീഷ് കോളനിക്കെതിരേക്ക് പട നയിച്ചിട്ടുള്ള പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന് അറിയപ്പെടുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ആഫ്റ്റർ ദ സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ 1956? നോക്കൂ, നമ്മൾ തുടക്കത്തിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഫോർമേഷനിലേക്ക്. ആരാണ് ഫസ്റ്റ് CM കേരളത്തിന്റെ? പട്ടം താണുപിള്ളയാണോ, സി അച്യുതമേനോനാണോ, EMS നമ്പൂതിരിപ്പാടാണോ, ആർ ശങ്കരൻ ആണോ? ആർ ശങ്കർ. ഇതിൽ ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. നമ്മുടെ ഏലംകുളത്താണ്, മലപ്പുറം ജില്ലയിലെ ഏലംകുളത്താണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. ഓക്കെ. The Kudumbashree Mission, one of Kerala's significant socio-economic movement, was launched in which year? കുടുംബശ്രീ മിഷൻ എന്നാണ് ഉണ്ടായത്? 1998, 1997, 2000, 1995. കുടുംബശ്രീ വന്നത് 1998 അടുത്തത്. അപ്പൊ തൽക്കാലം അടുത്തതൊന്നും ചോദിക്കാനില്ല. തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം. ഇനിയും ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ടെന്നറിയാം. വെറും കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ആക്ച്വലി ചെയ്യുന്നുള്ളൂ. പക്ഷെ ഡയറക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആലോചിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക, നല്ലോണം പഠിക്കുക. അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ബൈ.